ഹലോ മൈ ലിറ്റിൽ ബട്ടർഫ്ലൈസ്. മൈ ഈസി സ്കൂൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. അപ്പം മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഇവിടെ പഠിക്കാൻ റെഡിയായി നിൽക്കുകയാണല്ലേ? എന്നാൽ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? ആദ്യം തന്നെ മിസ് ഒരു റൈം പാടിത്തരാം കേട്ടോ. റെഡിയാണോ? മിസ്സിൻ്റെ കൂടെ പാടാൻ റെഡിയാണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങേ മാവിൻ കൊമ്പത്ത് ഇങ്ങേ ചിലക്കൊമ്പത്ത് മാമ്പഴം അങ്ങനെ നിൽക്കുന്നു, മഞ്ഞ നിറത്തിൽ നിൽക്കുന്നു. കല്ലേറൊന്നും കൊണ്ടില്ല, കമ്പേലൊന്നും കൊണ്ടില്ല, പക്ഷികളെ വാ കാക്കേ വാ, മാമ്പഴം ഒന്ന് കുലുക്കിത്താ. അയ്യേ, മിസ്സിന്റെ കുട്ടികൾക്ക് ഇത്രേ ശക്തിയുള്ളൂ? ഒന്ന് അമർത്തി കുലുക്കിക്കേ, മാമ്പഴം ഒന്ന് താഴെ വീഴട്ടെ. ഒന്ന് അമർത്തി കുലുക്കിക്കേ. എല്ലാവരും അമർത്തി കുലുക്കിക്കേ. ഇപ്പൊ 2-3 മാമ്പഴം എല്ലാം താഴെ വീണിട്ടുണ്ടല്ലേ? നോക്കിക്കേ, എത്ര മാമ്പഴം താഴെ വീണിട്ടുണ്ട്? 1, 2, 3. എത്ര മാംഗോസ് ഉണ്ട്? 3 മാംഗോസ്. എത്ര മാംഗോസാ? 3 മാംഗോസ് അല്ലേ? അപ്പൊ ഈ മാംഗോസ് എല്ലാം എവിടുന്നാ വീണ്? കണ്ടില്ലേ ഒരു മാംഗോ ട്രീ നിൽക്കുന്നത്? ആ മാംഗോ ട്രീന്നാണ് കേട്ടോ വീണത്. എങ്ങനെയാ വീണ്? ആ മാംഗോ ട്രീന്ന് താഴോട്ട് വീണല്ലേ? ആ താഴോട്ട് വീണ വഴിയൊന്ന് കാണിച്ചു തരട്ടെ മിസ്. കാണുന്നുണ്ടോ? ദാ ഈ ലൈന് കണ്ടില്ലേ? ഈ ലൈനിന്റെ പേരാണ് സ്റ്റാൻഡിങ് ലൈൻ. എന്താണ്? സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈനിലൂടെയാണ് നമ്മുടെ മാംഗോസ് ഒക്കെ വീണതല്ലേ? എങ്ങനെ ഈ സ്റ്റാൻഡിങ് ലൈൻ വരെയാന്നറിയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എല്ലാരും നന്നായി ശ്രദ്ധിച്ചിരിക്കണേ. ദേ കണ്ടില്ലേ? പെൻസിൽ കൊണ്ട് ഏറ്റവും ടോപ്പിന്ന് ഡൗൺ ഇങ്ങനെ വരയണം കേട്ടോ. ടോപ്പ് ടു ബോട്ടം ഇതുപോലെ. ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് സ്റ്റാൻഡിങ് ലൈൻ. ഇനി നമുക്കിത് ബുക്കിൽ വരഞ്ഞു നോക്കിയാലോ? അപ്പൊ എല്ലാരും എഴുതാനായിട്ട് റെഡിയല്ലേ? അങ്ങനെയാണെങ്കിലേ ബുക്കും ക്രയോൺസും പെൻസിലൊക്കെ എടുത്ത് എല്ലാരും റെഡി ആയിരിക്കുക കേട്ടോ. കണ്ടില്ലേ? മിസ് ഇവിടെ കുറേ ബലൂൺസ് വരഞ്ഞു വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ ബലൂൺസ്? കുറേ കളേഴ്സില് കുറേ ബലൂൺസ്. ഇതുപോലെ അമ്മമാരോട് പറയണം കേട്ടോ ബലൂൺസ് വരഞ്ഞു തരാന്. എന്നിട്ടോ മിസ് ദാ എല്ലാ ബലൂൺസിനും ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ബലൂൺസിനൊന്നും ത്രെഡ് ഇല്ല അല്ലേ? അപ്പൊ ആര് വേണം ത്രെഡ് വരച്ചു കൊടുക്കാനായിട്ട്? കുഞ്ഞു മക്കൾ വേണം. നിങ്ങൾ വേണം എല്ലാ ബലൂൺസിനും ഇതുപോലെ ത്രെഡ്സ് വരഞ്ഞു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ എന്തായി? സ്റ്റാൻഡിങ് ലൈൻ ആയി. കണ്ടില്ലേ? കുറേ സ്റ്റാൻഡിങ് ലൈൻ വരച്ചു അല്ലേ? ഇപ്പോ ഇവിടെ കണ്ടില്ലേ 3 കൈറ്റ്സ് കണ്ടോ നിങ്ങള്? ഈ കൈറ്റ്സിനും നമുക്ക് ത്രെഡ് വരഞ്ഞു കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ പെൻസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളും പെൻസിൽ തന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാട്ടോ. അതുപോലെ അതിലും സെയിം ത്രെഡ് നമുക്ക് വരഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെയോ നെക്സ്റ്റ് പേജില് മിസ് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് പോട്ട്സും വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ പോട്ട്സിലോട്ട് പോകാനുള്ള സ്റ്റമ്പ് കാണുന്നില്ല അല്ലേ? അതാര് വരഞ്ഞു കൊടുക്കണം? മിസ്സിന്റെ മക്കൾ വരഞ്ഞു കൊടുക്കണം കേട്ടോ. ദേ കണ്ടില്ലേ? ഇതുപോലെ ഒരു സ്റ്റമ്പ് കൂടി വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇപ്പോ നിങ്ങൾ സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെ വരയാന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്കിത് ബുക്കിൽ നേരെ എഴുതി നോക്കിയാലോ? ഓക്കെ, റെഡി അല്ലേ? എല്ലാരും റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ പെൻസിൽ എടുത്തിട്ട് ദാ ഇതുപോലെ മിസ് വരയുന്നത് പോലെ സ്ലോലി എല്ലാരും പെൻസിൽ കൊണ്ട് വരഞ്ഞിട്ട് മിസ്സിന് കാണിച്ചു തരണം കേട്ടോ. അല്ലെങ്കിലോ മിസ്സിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു ഡൺ എന്ന മെസ്സേജ് അയക്കണേ. അങ്ങനെ ആവുമ്പോൾ മിസ്സിന് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് ഹോംവർക്ക് ഒക്കെ ചെയ്യണ ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് കേട്ടോ. ഓക്കെ, ഇനിയും ഇതുപോലുള്ള വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ please subscribe my channel. Thank you for watching. Bye bye.